നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ BJP തുടങ്ങിയതോടുകൂടി വലിയ ആശങ്കയിലാണ് കോൺഗ്രസിന്റെ നേതൃത്വം. അതുകൊണ്ട് തന്നെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി വലിയ മാറ്റങ്ങളാണ് സംഘടനാ തലത്തിൽ കോൺഗ്രസ് പദ്ധതിയിട്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് ഹൈക്കമാൻഡ് ഇതിനോടകം തന്നെ തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഉത്തർപ്രദേശിൽ നേട്ടമുണ്ടാക്കുക എന്നത് തന്നെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന്. കാരണം മറ്റേതൊക്കെ സംസ്ഥാനങ്ങളിൽ നേട്ടമുണ്ടാക്കിയാലും ഉത്തർപ്രദേശിൽ കാര്യമായ മുന്നേറ്റം കാഴ്ചവെക്കാൻ പാർട്ടിക്ക് സാധിച്ചില്ല എങ്കിൽ അത് വിജയത്തിലേക്ക് ഒരിക്കലും അടുക്കാൻ പോകില്ല എന്നുള്ള ബോധ്യം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ഉത്തർപ്രദേശിന്റെ ചുമതല പ്രിയങ്ക ഗാന്ധിക്ക് പാർട്ടി നൽകിയത്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, പിന്നീട് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കോൺഗ്രസ് അവിടെ പരാജയപ്പെടുന്ന കാഴ്ചയുണ്ടായിരുന്നു. അങ്ങനെ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു നേതൃത്വ പാഠവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉത്തർപ്രദേശിൽ വീണ്ടും കോൺഗ്രസ് പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയ്ക്ക് കൂടി രാജ്യം സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ട് നിലവിൽ ഒരു പുതിയ നേതൃത്വത്തെ ഉത്തർപ്രദേശിൽ കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അവിനാഷ് പാണ്ഡെയ്ക്കാണ് ഉത്തർപ്രദേശിന്റെ ചുമതല കോൺഗ്രസ് നൽകിയിരിക്കുന്നത്. എന്തായാലും മോദി, യോഗി, അമിത്ഷാ ത്രയത്തെ പരാജയപ്പെടുത്താൻ ഈ അവിനാഷ് പാണ്ഡെയ്ക്ക് സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ് ദേശീയ തലത്തിൽ ഉയർന്നു വരുന്നത്. BJPയുടെ തന്ത്രങ്ങളൊക്കെ പൊളിക്കാൻ കോൺഗ്രസ് ഈ കൊണ്ടുവന്ന തുറുപ്പ് ചീട്ടായ അവിനാഷ് പാണ്ഡെ ആരാണ് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട്. RSSന്റെ ആസ്ഥാനമായ നാഗ്പൂരിൽ നിന്നാണ് ഈ അവിനാഷ് പാണ്ഡെയുടെ വരവ്. ഇദ്ദേഹം മുൻ രാജ്യസഭാ അംഗമാണ്. 65 വയസ്സുണ്ട്. 2010-2016 കാലഘട്ടത്തിലാണ് മഹാരാഷ്ട്രയിൽ നിന്നും രാജ്യസഭാ അംഗമായത്. 2008 മത്സരിച്ചിരുന്നു എങ്കിൽ പോലും രാഹുൽ ബജാജിനോട് ഒരു വോട്ടിന് ഇദ്ദേഹം തോറ്റുപോയിരുന്നു. ജാർഖണ്ഡിൽ കോൺഗ്രസിന്റെ സംഘടനാ ചുമതല നിർവഹിച്ചു വരികയായിരുന്നു. രാജസ്ഥാനിലും വളരെയധികം മുന്നേറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസിനെ സഹായിച്ച ഒരു നേതാവ് കൂടിയാണ് ഈ അവിനാഷ് പാണ്ഡെ എന്ന് പറയുന്നത്. യൂത്ത് കോൺഗ്രസിലൊക്കെ സജീവ സാന്നിധ്യമായിരുന്നു. ആ സമയത്ത് കോൺഗ്രസിന്റെ ഒരു സ്റ്റാർ തന്നെയായിരുന്നു ഈ അവിനാഷ് പാണ്ഡെ. എന്തായാലും UPയിലെ മുഖ്യ പ്രതിപക്ഷമായ സമാജ്വാദി പാർട്ടിയുമായി കോൺഗ്രസ് എങ്ങനെയായിരിക്കും ഒരു നയം സ്വീകരിക്കുക എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഈ കാര്യത്തിൽ അവിനാഷ് പാണ്ഡെ സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകും എന്നുകൂടി രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. എന്തായാലും BSP, SP എന്നീ കക്ഷികളെ കൂടെ നിർത്തിയാൽ മാത്രമേ കോൺഗ്രസിന് നേട്ടം കൊയ്യാൻ സാധിക്കൂ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ഇത്തരത്തിൽ സമാജ്വാദി പാർട്ടിയും അതുപോലെ തന്നെ BSPയുമായും ഒക്കെ കൈകൊടുത്തിരുന്നു. പക്ഷെ അതൊന്നും വലിയ നേട്ടം കോൺഗ്രസിന് നേടിക്കൊടുത്തിരുന്നില്ല. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ച് മത്സരിക്കാം എന്നുള്ള ഒരു നിർദ്ദേശം സമാജ്വാദി പാർട്ടിയുടെ അധ്യക്ഷനായ അഖിലേഷ് യാദവ് മുന്നോട്ട് വെച്ചിരുന്നുവെങ്കിൽ പോലും കോൺഗ്രസ് ആ സമയത്ത് സ്വന്തം കാര്യം മാത്രം നോക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ ദയനീയമായി പരാജയപ്പെടുന്ന ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് അവിനാഷ് പാണ്ഡെയുടെ ഉത്തർപ്രദേശിലെ നിയമനം വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. RSSന്റെ ആസ്ഥാനത്ത് നിന്നും എത്തിയ അവിനാഷ് പാണ്ഡെ എങ്ങനെയായിരിക്കും BJP ഉത്തർപ്രദേശിൽ കൈകാര്യം ചെയ്യുക എന്നതിനെ ആശ്രയിച്ച് തന്നെയായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ INDA എന്ന മുന്നണിയുടെ ഭാവി പോലും. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.